ശ്രീ നൌഷാദ് അലി, ബാംഗ്ലൂർ സെൻട്രൽ ലോക്സഭാ മണ്ഡലത്തിലെ മഹാദേവപുര എന്ന ഒരു സിംഗിൾ നിയമസഭാ കോൺസ്റ്റിറ്റ്യുവൻസിയിൽ മാത്രം 1,250,000 വ്യാജ വോട്ടുകൾ ഉണ്ട് എന്നായിരുന്നു രാഹുൽ ഗാന്ധി അദ്ദേഹത്തിന്റെ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞത്. അതിൽ തന്നെ 11,965 ഡബിൾ വോട്ടുകളാണ്, 40,009 വ്യാജ അഡ്രസ്സുള്ള വോട്ടുകളാണ്, 4,132 വ്യക്തമായ ഫോട്ടോ ഇല്ലാത്തതാണ്, 10,452 ബൾക്ക് വോട്ടർമാരാണ്, ഒരിടത്ത് തന്നെ ഒരു കെട്ടിടത്തിൽ തന്നെ 70-80 ഒക്കെ എന്നുള്ള നിലയിൽ. ഫോം 6 വഴി കന്നി വോട്ടർമാരായി ചേർന്ന 33,692 പേർ അവർ കന്നി വോട്ടർമാരായി എൻറോൾ ചെയ്യേണ്ട പ്രായത്തിലല്ല അവിടെ എൻറോൾ ചെയ്യപ്പെട്ടിരിക്കുന്നത്. അങ്ങനെ മൊത്തത്തിൽ 1,00,000 എന്നായിരുന്നു. ഇതുപോലെ എല്ലായിടത്തും ഉണ്ടാകാമല്ലോ. ഇപ്പോൾ ബീഹാറിൽ നടക്കുന്ന പ്രക്രിയ വഴി ഇതുപോലെയുള്ള ഡബിൾ വോട്ടർമാർ, അതല്ലെങ്കിൽ വ്യാജമായ അഡ്രസ്സോ തെറ്റായ അഡ്രസ്സോ കൊടുത്ത് പട്ടികയിൽ ഇടം പിടിച്ചിരിക്കുന്ന ആളുകൾ, ഫോട്ടോ വ്യക്തമല്ലാത്ത ആളുകൾ, ഇങ്ങനെ 2003 എന്ന ഒരു മാനക വർഷം തീരുമാനിച്ച് ഇത് ശുദ്ധീകരിക്കപ്പെടുമെന്നുള്ളതാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പ്രതീക്ഷ. ഇപ്പോൾ ഇന്നത്തെ ദിവസം അവസാന വോട്ടർ പട്ടിക പുറത്ത് ഇറങ്ങുന്നത് വരെയും ആളുകൾക്ക് അവസരമുണ്ട് എന്ന് വ്യക്തമാക്കുമ്പോൾ SIR-മായി ബന്ധപ്പെട്ട എല്ലാ സംശയങ്ങളും ദൂരീകരിക്കപ്പെടുന്നുണ്ടോ, ആധാർ അനുസരിച്ച് ചലഞ്ച് സ്വീകരിക്കും എന്നും നേരത്തെ വ്യക്തമാക്കിയിട്ടുണ്ട് സുപ്രീം കോടതി ഉത്തരവിന് പിന്നാലെ. അഭിലാഷ് ചോദിച്ച ചോദ്യത്തിന് ഞാൻ മറുപടി പറയാം തീർച്ചയായിട്ടും. അതുപോലെ തന്നെ നമ്മുടെ BJP-യുടെ സുഹൃത്ത് ഇവിടെ ഇങ്ങനെ അദ്ദേഹത്തിൻ്റെ ഊഴത്തിൽ അദ്ദേഹം 3-4 തവണ ആവർത്തിച്ച് പറഞ്ഞു കോൺഗ്രസിന് 17,500-ലധികം BLA-മാരുണ്ട് എന്ന്. ഞാൻ അതിനെ ഇൻറ്റു 10 ആക്കുന്നു. 1,75,000 BLA-മാരുണ്ട് എന്ന് നിങ്ങൾ സങ്കല്പിക്കുക. അത്ര BLA ഉണ്ടായിട്ട് ഈ പറഞ്ഞ ആളുകളെയോ രാഷ്ട്രീയ പാർട്ടിയെയോ ബന്ധപ്പെട്ടവരെയോ അറിയിക്കാതെ ഏകാധിപത്യപരമായിട്ടൊരു തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ബീഹാറിൽ പെരുമാറിപ്പോയപ്പോഴാണ് അതിൻ്റെ ടെൻഡർ പീരീഡിൽ തന്നെ ഈ വലിയ ആരോപണങ്ങളുമായിട്ട് ഈ രാജ്യത്തെ പ്രതിപക്ഷ പാർട്ടികൾ ചാടി വീണത്, സുപ്രീം കോടതിയിൽ എത്തിയത്. സുപ്രീം കോടതി കണ്ണിരുട്ടിയും വടിയോങ്ങിയും ഓരോന്ന് ചെയ്യാൻ പറയുമ്പോൾ അത് ചെയ്തു പോകുകയാണ്. ഇതെവിടെ ചെന്ന് അവസാനിക്കുമെന്നുള്ളത് സുപ്രീം കോടതിയുടെ കൃത്യമായ മേൽനോട്ടവും ഈ പറഞ്ഞ പ്രതിപക്ഷ പാർട്ടികളുടെ ജാഗ്രതയൊക്കെ ഉണ്ടെങ്കിൽ ഒരുപക്ഷെ ഇത് നിഷ്പക്ഷമായിട്ട് പര്യവസാനിക്കാനുള്ള സാധ്യതയുണ്ട്. ആ സാധ്യതയെയാണ് രാഹുൽ ഗാന്ധിയും തേജസ്വി യാദവും അതുപോലെ തന്നെ മുകേഷ് സാഹ്നിയൊക്കെ അടക്കമുള്ള ആളുകൾ അവിടെ പരീക്ഷിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതാണ് ഇതിൻ്റെ വസ്തുത. ഞാൻ ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ ഈ ചെയ്തികളെ കുറിച്ച് പറയുമ്പോൾ ഞാൻ ഒറ്റ ഉദാഹരണം അഭിലാഷിനോട് ചോദിക്കുന്നു. ഈ രാജ്യത്തിൻ്റെ പ്രതിപക്ഷ നേതാവായ രാഹുൽ ഗാന്ധി ഒരു നിയോജക മണ്ഡലത്തിൽ ഒരു വോട്ടർ പട്ടിക ഡിജിറ്റലായിട്ട് ചോദിക്കുമ്പോൾ അത് കൊടുക്കാതിരിക്കുക, പിന്നെ അദ്ദേഹം പാർലമെൻറ്റിൽ പ്രസംഗിച്ച്, നാട്ടിൽ വന്ന് പൊതുയോഗത്തിൽ പ്രസംഗിച്ച്, പത്രസമ്മേളനം നടത്തി, വീഡിയോ ചെയ്ത് വലിയ ചർച്ചയാവുമ്പോൾ അദ്ദേഹത്തിന് ഒരു 7 അടി നീളത്തിൽ ഒരു തരത്തിലുള്ള ഡിജിറ്റൽ ക്യാരക്ടർ റെക്കഗ്നൈസേഷനും സാധ്യമാകാത്ത 300 കിലോ കടലാസ് പിണ്ടം കൊണ്ടുപോയി കൊടുക്കുകയാണ്. എന്നിട്ട് അയാൾ അരിച്ചു പെറുക്കി 6 മാസം കൊണ്ട് അതിനെ ഡിജിറ്റലൈസ് ചെയ്തിട്ടാണ് അവിടുത്തെ ഈ പറഞ്ഞ ക്രമക്കേടുകളെ കുറിച്ച് ആരോപണം ഉന്നയിക്കുന്നത്. ഇത്ര വലിയ അന്തസ്സും ജനാധിപത്യ മര്യാദയും ആഭിജാത്യവും ഒക്കെ ഉള്ള നിഷ്പക്ഷരാണ് ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷനെങ്കിൽ ഏറ്റവും ചുരുങ്ങിയത് ഈ രാജ്യത്തെ പ്രതിപക്ഷ നേതാവിനെങ്കിലും അദ്ദേഹം ചോദിച്ച ആ ഡിജിറ്റൽ കോപ്പി ഒന്നും കൊടുക്കണ്ടേ, അതിനുപോലും മനസ്സില്ലാത്ത മടിയിൽ കനമുള്ള ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ കുറിച്ചാണ് പറയുന്നത്. അവിടെ 17,500 BLA-മാരുണ്ട് എന്ന്. 17,500 അല്ല, 17 ലക്ഷം BLA-മാരുണ്ടായിട്ട് എന്ത് കാര്യമാണ് സ്നേഹിത? ഇതൊക്കെ ഏകാധിപത്യപരമായിട്ട് ഇവർ മുന്നോട്ട് കൊണ്ടുപോവുകയാണ്. പിന്നെ BJP ഇതൊക്കെ പറയുമ്പോൾ ഈ 75-77 കാലത്ത് പ്രഖ്യാപിക്കപ്പെട്ട ഒരു അടിയന്തരാവസ്ഥയെ താരതമ്യപ്പെടുത്തിയിട്ടാണ് അവർ ഈ രാജ്യം മുഴുവൻ കോൺഗ്രസും BJP ഇതര പാർട്ടികളൊക്കെ ഭരിച്ചിരുന്ന കാലത്തെ ഇവർ താരതമ്യപ്പെടുത്തുന്നത്. സ്നേഹിത, സ്വന്തം ആ രാഷ്ട്രീയ ശൈലിയെയും രീതികളെയും വിമർശിക്കുന്ന കാർട്ടൂണുകൾ ഒരാഴ്ച കാണാതിരുന്നാൽ കാർട്ടൂണിസ്റ്റിനെ വിളിച്ചു ചോദിച്ച് എന്താണ് എന്നെ വിമർശിക്കാത്തത് എന്ന് ചോദിച്ച ജനാധിപത്യത്തിൻ്റെ ഉദാത്ത പ്രതീകങ്ങൾ രൂപപ്പെടുത്തിയ രൂപകൽപ്പന നടത്തിയ ഒരു ഇന്ത്യയാണിത്. എന്നാൽ ആ ഇന്ത്യയിലിരുന്നാണ് നിങ്ങൾ ഈ 75-77 മാത്രം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് നിങ്ങൾ ഇതിനെയൊക്കെ സമീകരിക്കുന്നത്. ആ കാലം ഒരു പ്രത്യേക കാലമായിരുന്നു. നമ്മൾ ഒരുപാട് ഡിബേറ്റുകൾ അതിനെക്കുറിച്ച് നടത്തിയാണ്. ഞാൻ അതിലേക്ക് ശരി തെറ്റുകളിലേക്കൊന്നും ഞാനിപ്പോൾ പോകുന്നില്ല. അപ്പോൾ അതുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷനൊക്കെ ഇങ്ങനെ പറഞ്ഞ് വെള്ളപൂശണ്ട. അപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരായിട്ടുള്ള ഈ പടയൊരുക്കത്തിൻ്റെ നേട്ടം ഞാൻ നേരത്തെ പറഞ്ഞു അഭിലാഷ്. ഏറ്റവും ചുരുങ്ങിയത് ഇവിടെ വെളിവാക്കപ്പെട്ട ഈ തട്ടിപ്പെങ്കിലും ഇവർ നടത്താതിരിക്കുമെന്നുള്ള ഒരു ആത്മവിശ്വാസം ഈ രാജ്യത്തെ ജനങ്ങൾക്ക് രാഹുൽ ഗാന്ധിയുടെ യാത്ര കൊണ്ടും അദ്ദേഹത്തിൻ്റെ പ്രതിഷേധം കൊണ്ടും ഉണ്ടായിട്ടുണ്ട്.
കാരണം അദ്ദേഹം അക്കമിട്ട് നിരത്തിയ ഈ ആരോപണങ്ങളിൽ ഒന്നിനു പോലും മറുപടി പറയാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നടത്തിയ മറുപടി പത്രസമ്മേളനത്തിൽ കഴിഞ്ഞിട്ടില്ല. എല്ലാം സൂര്യൻ കിഴക്കുതിക്കും പടിഞ്ഞാറ് അസ്തമിക്കും, ഐരാവതം വെളുപ്പ് ആന കറുപ്പ് എന്ന മട്ടില് തെരഞ്ഞെടുപ്പ് കമ്മീഷണർ പത്രസമ്മേളനം അവസാനിപ്പിച്ച് പോകുന്നതാണ് കണ്ടത്. അത് കഴിഞ്ഞിട്ട് ഇന്ത്യ മുന്നണിയുടെ ഘടകകക്ഷി നേതാക്കൾ സംയുക്തമായി നടത്തിയ പത്രസമ്മേളനത്തിൽ അതൊക്കെ പൊളിച്ചടക്കുന്നുണ്ട്. അതിന് മറുപടിയുമായിട്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇതുവരെ വന്നിട്ടില്ല. ഈ ഭരണഘടനാ സ്ഥാപനങ്ങളുടെ എല്ലാത്തിൻ്റെയും കഥ ഇതാണ്. EDയുടെ കഥയും ഇൻകം ടാക്സിൻ്റെ കഥയും പിന്നെ അതുപോലെ തന്നെ മറ്റെല്ലാ ഏജൻസികളുടെ കഥയും ഇത്തരത്തിലുള്ളതാണ്. അപ്പോൾ ഈ CBIയുടെ കഥയും ഒക്കെ ഇത്തരത്തിലുള്ളതാണ്. അതുകൊണ്ട് അതിൻ്റെ ഒരു ഭാഗമായിട്ട് നിങ്ങളിപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ മാറ്റിയിരിക്കുന്നു. നിങ്ങൾ കുറെ കാലമായിട്ട് നിങ്ങൾ തട്ടിപ്പുകൾ ചെയ്യണം. നമ്മളൊക്കെ വളരെ സ്വതന്ത്ര ബുദ്ധിയോടുകൂടിയും പിന്നെ ഒരു ധാർമ്മിക ചിന്തയോടുകൂടിയൊക്കെയാണ് ഈ ഭരണഘടനാ സ്ഥാപനങ്ങളെ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സമീപിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ എന്താ അന്ന് ചൂണ്ടിക്കാണിച്ചില്ല എന്ന് ചോദിച്ചാൽ ഒരുപക്ഷെ ഞങ്ങളന്ന് അറിയാതെ പോയിട്ടുണ്ടാകാം, അല്ലെങ്കിൽ ഞങ്ങൾ അലസരായിട്ടുണ്ടാകാം. ഞങ്ങൾ സമ്മതിക്കുന്നു, ഞങ്ങൾക്ക് എന്തെങ്കിലും ശ്രദ്ധക്കുറവ് സംഭവിച്ചിട്ടുണ്ടാകാം. അത് കരുതി ഇന്ന് ഇത് ബോധ്യമാകുമ്പോൾ ഉന്നയിക്കാൻ പാടില്ല എന്നുണ്ടോ? അങ്ങനെ ഉന്നയിക്കുമ്പോൾ അന്നത്തെ നിങ്ങൾ എന്തുകൊണ്ട് ഉന്നയിച്ചില്ല എന്നൊരു കാര്യം വെച്ചിട്ട് ഈ ചോദ്യത്തെ പിന്നെ പാട്രിയറ്റ് വിടുമ്പോൾ സ്കഡ് വിടുമ്പോൾ പാട്രിയറ്റ് വിട്ട പോലെ ഇതിനെ നിങ്ങൾക്ക് ബ്ലോക്ക് ചെയ്ത് പോകാമെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? നിങ്ങൾ ഇതൊക്കെ പറയുന്നത് കേൾക്കുന്ന ജനങ്ങൾ അവർ രാഷ്ട്രീയ ഉത്ബുദ്ധതയും ജനാധിപത്യ പ്രബുദ്ധതയും ഉള്ളവരാണ്. അവർ വളരെ കൃത്യമായിട്ട് ഇത് മനസ്സിലാക്കുന്നുണ്ട്. നിങ്ങൾ പറയുന്ന വലതുപക്ഷ വർഗീയ രാഷ്ട്രീയത്തിൽ വീണ ആളുകളെല്ലാം നിങ്ങളുടെ അടിമകളല്ല. അവരിൽ ബഹുഭൂരിഭാഗം പേരും ഈ രാജ്യത്തൊരു മിനിമം നീതിബോധമുള്ള മനുഷ്യരാണ്. ഇത്തരത്തിൽ നീതിയും രാജധർമ്മവും തങ്ങളുടെ ഹിന്ദുത്വ അല്ലെങ്കിൽ ഹിന്ദു ധർമ്മങ്ങളും അതിൻ്റെ ഒരു ആർഷഭാരത പൗരാണിക സംസ്കൃതി നമ്മെ പഠിപ്പിക്കുന്ന ഈ രാജധർമ്മവും ഈ പറഞ്ഞ നിഷ്പക്ഷതയൊക്കെ ഭരിക്കുന്നവർ കൈവെടിയുമ്പോൾ ഹിന്ദുമത വിശ്വാസികളാണ് അതിനെതിരെ ശബ്ദിച്ച് മുന്നോട്ട് വരിക. അവരുടെ പാരമ്പര്യം ഇത്തരത്തിൽ ചേർത്ത് പിടിക്കലിൻ്റെയും ജനാധിപത്യ മര്യാദയുടെയും സഹിഷ്ണുതയുടേതുമാണ്. അതിൻ്റെ പ്രതിഫലനമാണ് ഞാനീ പറഞ്ഞ ഗുജറാത്തിലും ഉണ്ടാവുന്നത്, ഈ പിന്നെ ബീഹാറിലും ഉണ്ടാവുന്നത്. സൂറത്ത് ഗുജറാത്തിലാണ് എന്ന് ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. രാജ്യം മുഴുവൻ അത്തരത്തിലൊരു പശ്ചാത്തലത്തിലേക്ക് പോവുകയാണ്. ഒന്നുകൂടി പറഞ്ഞുതരാം അഭിലാഷ്. ഇപ്പോൾ ഈ പറഞ്ഞ ഇറക്കുമതി താരിഫിന്റെ വിഷയത്തിൽ മറികടക്കാൻ GST കുത്തനെ കുറക്കുമെന്നുള്ളതാണ് പ്രധാനമന്ത്രി ദീപാവലി സമ്മാനം എന്ന പേരിലൊക്കെ ആഗസ്റ്റ് 15 പ്രഖ്യാപിച്ചത്. അതോടുകൂടി രാജ്യത്തെ പ്രതിപക്ഷ സംസ്ഥാനങ്ങളുടെയൊക്കെ കാര്യം കട്ട പുകയാവാൻ പോവുകയാണ്. ഇത്തരത്തിൽ വലിയ തോതിലൊരു അരാജകത്വം പല തലങ്ങളിലായിട്ട് ഈ സർക്കാർ ഇവിടെ സൃഷ്ടിക്കുകയാണ്. അത് അവരുടെ കോർപ്പറേറ്റ് പ്രീണനം കൊണ്ട് അവർക്ക് സംഭവിച്ചു പോകുന്ന വീഴ്ചകളാണ്. അതിന്റെ ഒന്നാമത്തെ ഇരയായിട്ട് ജനാധിപത്യപരമായി BJP മാറും. അതിന്റെ മുമ്പിൽ നിങ്ങളുടെ ഒരു പ്രയോഗങ്ങളും പൊടിക്കൈകളും വിലപ്പോവുകയില്ല എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് അഭിലാഷ്.